നിങ്ങൾ ഈ കാണുന്ന ആന്ധ്രയിലെ ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ ഫ്രണ്ടിലെ സീറ്റ് കണ്ടോ നിങ്ങൾ? ഈ വണ്ടിയിൽ മൊത്തം 6 ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആന്ധ്രയിൽ വന്നിട്ട് എന്റെ അവസാന ദിവസമാണ്. നിങ്ങൾ ഈ കട്ടിലിട്ടിരിക്കുന്നത് കണ്ടോ? ഇവർക്കൊക്കെ വീടുണ്ട്, എന്നാലും ഇവര് റോഡ് സൈഡിലൊക്കെ വന്നാണ് കിടക്കുക. വന്നിട്ട് ആദ്യം പോകാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്കാണ് ഇന്ന് അവസാന ദിവസമായിട്ട് ഞങ്ങൾ പോകുന്നത്. ആ കാണുന്ന കുന്നിന്റെ മുകളിലേക്കാണ് ഈ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താഴെ വരെ ഓട്ടോറിക്ഷ പോവുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മൾ നടന്നു തന്നെ കയറണം. നമ്മുടെ നാട്ടിലേക്കുള്ള മാങ്ങയൊക്കെ വരുന്നത് ഇതാ ഇവിടെ നിന്നാണ്. എന്ത് ഭംഗിയായിട്ടാണല്ലേ ഈ മരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തത്. നിങ്ങൾ ഈ കാണുന്നത് കല്ലറകളാണ്. കല്ലറകളൊക്കെ ബിൽഡിംഗ് പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്നിറങ്ങിയ സമയത്ത് ആദ്യം നോട്ട് ചെയ്തത് ആ ഒരു മലയാണ്. ഓട്ടോറിക്ഷ നമ്മളെ മലയുടെ താഴെ വരെ കൊണ്ടുവിട്ടു. അവിടെ നമുക്ക് ഏകദേശം 3-4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ട്രക്കിംഗ് തുടങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായത്. ദൂരം കുറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല എളുപ്പവഴികൾ എടുത്തു. എളുപ്പവഴികളൊക്കെ ഞങ്ങൾക്ക് ഓരോ പണിയായിട്ടാണ് വന്നത്. ഇവിടുത്തെ ഈ മലഞ്ചെരുവിന്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ കല്ലുകളൊക്കെ ഇളകി നിൽക്കണം. എപ്പോ ആണെന്നുണ്ടെങ്കിലും താഴേക്ക് വരാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നടന്ന് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ മലയുടെ മുകളിലൊക്കെ എത്തിയപ്പോൾ ഒരുപാട് കല്ലുകൾ ഇളകി നിൽക്കുന്നത് പോലെ തോന്നി. അതൊക്കെ തള്ളി താഴെ ഇട്ടാലോ എന്നൊക്കെ മനസ്സിൽ തോന്നിയിരുന്നു. നടന്ന് പകുതിയൊക്കെ ആയപ്പോഴേക്കും എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഈ കല്ലിന്റെ ഒരു ഷേപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്തുപോലെയാണ് ഈ കല്ലിനായിട്ട് തോന്നുന്നത്. കാരണം നടന്ന് ഒടുവിൽ ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് എത്തിയപ്പോ തൊട്ട് നല്ല കിടിലം കാറ്റടിച്ചിട്ട് നമ്മൾ പറക്കണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആന്ധ്രയിൽ വന്നിട്ട് എന്റെ അവസാന ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു മല എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ വീടുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ ഈ മലയുടെ മുകളിലേക്ക് പോകുന്നത്. ഇതിന്റെ മുകളിൽ ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇതുപോലെ പല എക്സ്പെരിമെന്റ് നടത്തി പരാജയപ്പെട്ടിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ആന്ധ്രയിൽ ഞാൻ വന്നിട്ട് ഏറ്റവും കൂടുതലുണ്ട് ഇതുപോലത്തെ ടെമ്പിൾസ് ആണ്. എവിടെ ചെന്നാലും ഇതുപോലത്തെ ടെമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ടെമ്പിളിലും കയറി 2 മണി അടിച്ചിട്ടാണ് ഞാൻ വരാറ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയ ഇങ്ങനത്തെ അമ്പലങ്ങളാണ്. ഈ ഒരു അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പാണിത്. ചെറിയ ചെറിയ പൂക്കളും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നാട്ടിൽ നിന്ന് എന്റെ ആന്ധ്രയ്ക്ക് വന്നിട്ട് ഇവൻ ഇപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കി ആന്ധ്രയിൽ നിന്ന് പോവാണ്. ഇനിയുള്ള യാത്ര ഒറ്റയ്ക്കാണെന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ട്. ഭാഷ അറിയാത്ത അതിനും നല്ല ടെൻഷൻ ഉണ്ട്. അങ്ങനെ 2 മണിക്കുള്ള ബസ്സിന് ഇവനെ കയറ്റിയിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ. എനിക്കുള്ള ബസ് 4 മണിക്കായിരുന്നു. ഞാൻ മാത്രല്ല, ഇതാ ഇവര് 2 പേരും ഉണ്ട് എന്റെ അപ്പം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഷ അറിയാത്തതിന്റെ പ്രശ്നം ഏറെക്കുറെ ഇവിടെ തീർന്നു. ഇവര് റായ്പൂർ വരെ പോവാണ്. അതും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താന്നല്ലേ, ബസ് കയറിയിട്ട് സ്ഥലം പോലും പറയാൻ അറിയില്ല. ഇതാ ഇവിടെയൊക്കെ പെട്രോള് പമ്പിൽ ചെന്ന ആളുകൾ വാങ്ങണേക്കാട്ടിലും കൂടുതൽ ഇതുപോലത്തെ കടകളിൽ ചെന്നിട്ടാണ് വാങ്ങുക. ഞങ്ങൾ പോകുന്നത് നോക്കി ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ വരുന്ന ബസ്സാണ് ഞങ്ങൾക്ക് പോകേണ്ട ബസ്. അങ്ങനെ മൊത്തം ലഗേജും കയറ്റി ഞങ്ങൾ ബസ്സിൽ സെറ്റായി. അങ്ങനെ ബസ് കയറിയിട്ട് ഞാൻ ഈ നാട്ടുകാരനല്ലാതെ എന്നെ കണ്ടപ്പോ തന്നെ ഇവന് മനസ്സിലായി. ഇവിടെ വന്നിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടാൻ ഒരിക്കലും ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളത്. അങ്ങനെ എന്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇവരെന്നെ സേഫ് ആയിട്ട് കയറ്റി അയച്ചിട്ടാണ് ഇവര് പോയത്.